പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ശശി തരൂര് കോൺഗ്രസിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മിക്ക പാർട്ടികളുടെയും കുടുംബവാഴ്ചയെക്കുറിച്ച് പറഞ്ഞ വർത്തമാനം വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. ശശി തരൂരിനെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒരുപാട് കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ ശശി തരൂർ ഉന്നയിച്ച വിഷയം ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതത്ര ലളിതമായി കാണേണ്ട ഒന്നല്ല. കാരണം രാഷ്ട്രീയ കക്ഷികൾ മൂന്നാം തലമുറയിലും നാലാം തലമുറയിലുമുള്ള നേതാക്കളായി വരുന്ന ഒരവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മിക്ക പാർട്ടികളും കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കോൺഗ്രസിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ദീർഘകാലമായിട്ട് അത് ഒരു കുടുംബവാഴ്ച തന്നെയാണ്. അച്ഛൻ പ്രസിഡന്റ്, മകൻ ജനറൽ സെക്രട്ടറി, അല്ലെങ്കിൽ അമ്മ പ്രസിഡന്റ്, മകൾ ജനറൽ സെക്രട്ടറി, അച്ഛൻ പ്രധാനമന്ത്രി, മകൾ പാർട്ടി പ്രസിഡന്റ്. ഈ കാഴ്ച കോൺഗ്രസിലാണ് ഏറ്റവും രൂക്ഷമായ രീതിയിൽ കാണാൻ കഴിയുന്നത്. മറ്റു പാർട്ടികളുടെ അവസ്ഥയും ഏറെക്കുറെ വ്യത്യസ്തമൊന്നുമല്ല. ഇപ്പം ഇന്ത്യയിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഒരു കുടുംബ ഫാമിലി എൻ്റർപ്രൈസായി മാറിയിട്ടുണ്ട്. ഒരു ഫാമിലിയുടെ ഇപ്പോൾ തമിഴ്നാട്ടിലെ DMK തന്നെ മൂന്നാം തലമുറയാണ്. ഉദയനിധി സ്റ്റാലിൻ വരുന്നതോടുകൂടി മൂന്നാം തലമുറ നേതൃത്വം വരികയാണ്. അപ്പുറത്ത് മഹാരാഷ്ട്രയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശിവസേനയിൽ മൂന്നാം തലമുറയാണ്. ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ പാർട്ടി നേതൃത്വം ഏറ്റെടുക്കാൻ പോകുന്നു. ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയിൽ കണ്ട കാഴ്ച അതിലും വളരെ കഷ്ടമാണ്. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോയപ്പോൾ മൂത്ത മകനെ പിടിച്ച് പാർട്ടി പ്രസിഡന്റാക്കി, തേജ് പ്രതാപ് യാദവിനെ പിടിച്ച് പാർട്ടി പ്രസിഡന്റാക്കി, ഭാര്യ റാബ്രി ദേവിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. ഒരാളും ചോദിക്കാനില്ല. ഫാറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി നാഷണൽ കോൺഫറൻസ് മൂന്നാം തലമുറയാണ്. മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മകൾ PDP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അതിൽ ഇൽത്തിജ മുഫ്തി മൂന്നാം തലം. ഇപ്പോഴത്തെ പാർട്ടി പ്രസിഡന്റ് മെഹബൂബ മുഫ്തിയുടെ മകളാണ്. ബിജു ജനതാദൾ എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ബിജു പട്നായിക്കിൻ്റെ പേരിൽ തന്നെയാണ് ആ പാർട്ടി. അദ്ദേഹത്തിൻ്റെ മകനാണ് ആ പാർട്ടി കുറേ കാലം കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടുകൂടി അതിൻ്റെ അവസ്ഥ കുറച്ചൊന്നും മങ്ങിയിട്ടുണ്ട്. എന്നാലും തികച്ചും കുടുംബവാഴ്ചയാണ്. DMKയിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. മൂന്നാം തലമുറ കയ്യിലായിരിക്കുന്നു. കരുണാനിധി മകനെ വാഴിക്കാൻ വേണ്ടി പാർട്ടിയിലെ എല്ലാ നെടുഞ്ചെഴിയനെയും മതിയഴകനെയും അൻപഴകനെയും ഒക്കെ ഒതുക്കി അവസാനം വൈഗോപാലസ്വാമിയെ ഒതുക്കി മകനെ സ്റ്റാലിനെ വാഴിച്ചു. സ്റ്റാലിൻ തൻ്റെ മകൻ ഉദയനിധിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം മകനെ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്കൊന്നും കൊണ്ടുവരില്ല എന്ന് പറഞ്ഞെങ്കിലും 2023 മകനെ ഉപമുഖ്യമന്ത്രിയാക്കി പ്രഖ്യാപിച്ചു. അടുത്ത കിരീടാവകാശിയായി വാഴിക്കുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. DMK എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞാൽ കരുണാനിധിയുടെ അനന്തരവന്മാരായ മാരന്മാരുടെയും ഒക്കെ ഒരു സ്വകാര്യ ഫാം ഹൗസായി മാറിയിരിക്കുന്നു. ഇത് BRS എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. തെലങ്കാനയിൽ കുറേ കാലം ഭരിച്ചിരുന്നതാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചന്ദ്രശേഖർ റാവുവിൻ്റെ 2 മക്കളുടെ കയ്യിലാണ് ആ പാർട്ടി. ജാർഖണ്ഡ് മുക്തി മോർച്ച JMM എന്ന് പറഞ്ഞ കുപ്രസിദ്ധമായ 1993 കോഴക്കേസിൽപ്പെട്ട JMM എന്ന് പറഞ്ഞ പാർട്ടി, അച്ഛൻ ഷിബു സോറൻ, മകൻ ഹേമന്ത് സോറന് അധികാരം കൈമാറുകയാണ്. ഹേമന്ത് സോറൻ അടുത്തിടയ്ക്ക് ജയിലിൽ പോയപ്പോൾ ഭാര്യ കവിത സോറനെയാണ് പാർട്ടിയുടെ പ്രധാനിയാക്കി മാറ്റിയത്. സ്വന്തം ഭാര്യയെ പിടിച്ച് പാർട്ടിയുടെ പ്രധാനിയാക്കി. ഇതൊക്കെയാണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മിക്ക പാർട്ടികളിലും കാണുന്ന കാഴ്ച. കോൺഗ്രസിൻ്റെ അവസ്ഥ പറയേണ്ടതില്ല. അതിൻ്റെ തുടക്കകാലം തൊട്ട് തന്നെ നേതാക്കന്മാർ ഈ നെഹ്റു കുടുംബം പ്രത്യേകിച്ച് ആണ് അതിനകത്ത്. മറ്റ് നേതാക്കളെ കുറിച്ച് അധികം അങ്ങനെ കേട്ടിട്ടില്ല. ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മകള് സർദാറിനോടൊപ്പം ഒരുപാട് തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ്. ഗാന്ധിയുടെ മക്കളെല്ലാം ജയിലിൽ പോയിട്ടുള്ളവരാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത്. പക്ഷെ നെഹ്റു കുടുംബം ഒന്ന് വേറെയാണല്ലോ. നെഹ്റു കുടുംബത്തിലുള്ളവർക്ക് സവിശേഷമായ അവകാശമുള്ള പോലെയാണ്. മോത്തിലാൽ നെഹ്റു 1928 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ് മോത്തിലാൽ നെഹ്റു അധ്യക്ഷനാകുന്നത്. ആ മോത്തിലാൽ നെഹ്റു 1929 ലാഹോർ കോൺഗ്രസിൽ തൻ്റെ മകനെ ഈ കോൺഗ്രസ് പ്രസിഡന്റാക്കി വാഴിക്കാൻ വേണ്ടി നടത്തിയ ഉപജാപങ്ങളുടെ കഥകളൊക്കെ ഇന്ന് അങ്ങാടിപ്പാട്ടാണ്. ഇന്ത്യയിലെ ജനാധിപത്യ ബോധം ഉണ്ടാക്കിയത് സംശയമൊന്നുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. കരംതീരുവയുള്ളവർക്ക് മാത്രം വോട്ടവകാശം ഉണ്ടായിരുന്ന ഒരു കാലത്ത് എല്ലാവർക്കും വോട്ടവകാശം കിട്ടിയത് കോൺഗ്രസ് പാർട്ടിയിലാണ്. 4 മെമ്പർഷിപ്പുള്ള എല്ലാവരെയും വോട്ടർമാരാക്കിക്കൊണ്ട് എല്ലാ കൊല്ലവും കോൺഗ്രസിൻ്റെ അടിസ്ഥാന സംഘടന തൊട്ട് അതിൻ്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയും അഖിലേന്ത്യാ പ്രസിഡന്റിനെയും വരെയും
എല്ലാ കാലത്തും എല്ലാ വർഷവും തിരഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായം കോൺഗ്രസിനുണ്ടായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അതിൽ വലിയ കോൺഗ്രസിന്റെ ജീവാത്മാവും പരമാത്മാവുമായി ഗാന്ധിജി നിലനിന്നിരുന്ന കാലത്ത് തന്നെ ഗാന്ധിജിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ പട്ടാഭി സീതാരാമയ്യ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസാണ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. അങ്ങനെ ഗാന്ധിജിയുടെ സ്വന്തം സ്ഥാനാർത്ഥി പരാജയപ്പെട്ട കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകൾ, മഹാരഥന്മാരായ ഒരുപാട് നേതാക്കളുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെടുന്ന ഈ കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ യഥാർത്ഥത്തിൽ അക്കാലത്തെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കുള്ള കരന്തീരിവയുള്ളവർക്ക് മാത്രം വോട്ടവകാശം ഉണ്ടായിരുന്ന അക്കാലത്തെ തെരഞ്ഞെടുപ്പിനെ അതിവർത്തിക്കുന്ന രീതിയിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകളാണ് കോൺഗ്രസിൽ നടന്നത്. ആ കോൺഗ്രസിലെ 4 മെമ്പർഷിപ്പ് ഉണ്ടായ അംഗത്വമുള്ള അവരുടെ തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യ ബോധത്തെ ആഴത്തിൽ ഉറപ്പിച്ചത്. ജനാധിപത്യം എന്ന ബോധം, ഒരു രാഷ്ട്രീയ കക്ഷി ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തായി മാറുന്ന ഏറ്റവും ദയനീയമായ കാഴ്ച ഇന്ത്യയിൽ ഇപ്പോൾ കാണുന്ന പ്രധാന പാർട്ടി ഈ കോൺഗ്രസ് ഐ എന്ന ഇന്ദിരാഗാന്ധി തുടങ്ങി വെച്ച പാർട്ടിയാണ് ഇന്ത്യയിൽ. നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റു ജെ ബി കൃപലാനിയെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അന്തർനാടകങ്ങളെക്കുറിച്ച് തെളിവുകളൊന്നുമില്ല. പക്ഷേ ജെ ബി കൃപലാനി മാറിയിട്ട് പിന്നെ UN ഥേബാർ വരികയാണ്. ഒരു പാവം പിടിച്ച മനുഷ്യനാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ കൊണ്ട് നെഹ്റുവിനെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു UN ഥേബാർ എന്നുള്ളത് കൊണ്ട് ഥേബാറിൽ സ്വാധീനം ചെലുത്തി ഇന്ദിരാഗാന്ധിയെ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ആദ്യം എടുക്കുന്നു, പിന്നീട് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആക്കുന്നു. പിന്നീട് ഥേബാർ ഒഴിയുമ്പോൾ ഇന്ദിരാഗാന്ധിയെ തന്നെ പാർട്ടിയുടെ പ്രസിഡന്റ് ആക്കും. അതിനുവേണ്ടി നടന്ന അന്തർനാടകങ്ങൾ യഥാർത്ഥത്തിൽ UN ഥേബാർ ഒഴിയുമ്പോൾ അടുത്ത പ്രസിഡന്റ് ആരാകണം എന്നത് നാഗ്പൂർ സമ്മേളനം നടക്കുമ്പോഴാണ് അത് തീരുമാനിക്കുന്നത്. അതിന് മുന്നോടിയായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ആലോചിച്ചെടുത്ത പേര് നിജലിംഗപ്പയുടെ പേരാണ്. അങ്ങനെ നിജലിംഗപ്പ അടുത്ത പ്രസിഡന്റ് ആകണമെന്ന് തീരുമാനിക്കുമ്പോഴാണ് നെഹ്റുവിന് തോന്നുന്നത് മകളെ പ്രസിഡന്റ് ആക്കണമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം സ്വാധീനിക്കുന്നത് കാമരാജിനെയാണ്. കാമരാജിനെ കൊണ്ട് പറയിപ്പിച്ച് ഒടുവിൽ നിജലിംഗപ്പയെ മാറ്റി. എന്നിട്ട് സഞ്ജീവ റെഡ്ഡിയും നിജലിംഗപ്പയും കാമരാജും ചേർന്ന് ഇന്ദിരാഗാന്ധിയെ പാർട്ടി പ്രസിഡന്റായി നിർദ്ദേശിക്കുന്ന ഒരു പ്രമേയം, ഒരു പരസ്യ പ്രസ്താവന, ഒരു കമ്മ്യൂണിക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ദിരാഗാന്ധി അതിൻ്റെ പ്രസിഡന്റായി വരും. 1929 ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആകേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നാൽ മോത്തിലാൽ നെഹ്റു താൻ മരണക്കിടക്കയിലാണെന്നും ചരമശയ്യയിലുള്ള തൻ്റെ അന്ത്യാഭിലാഷം എന്ന നിലയിൽ തൻ്റെ മകനെ ഒരു ഉന്നത പദവിയിൽ എത്തിക്കാണണമെന്ന ആഗ്രഹമുണ്ടെന്നും കോൺഗ്രസ് പ്രസിഡന്റ് തൻ്റെ മകനെ ആക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഗാന്ധിക്ക് എഴുതിയതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഗാന്ധിജി അന്ന് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളെല്ലാം, പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികളെല്ലാം നിർദ്ദേശിച്ച പേര് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരാണ്. 2 പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. ഒന്ന് മഹാത്മാഗാന്ധിയുടെ പേരും മറ്റൊന്ന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരും. മഹാത്മാഗാന്ധി ആദ്യം തന്നെ താൻ കോൺഗ്രസ് പ്രസിഡന്റ് ആകാനില്ല എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ വന്ന പേര് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരുമാണ്. ഇതിനിടയിലാണ് മോത്തിലാൽ നെഹ്റു തൻ്റെ മകനെ ആക്കണമെന്ന അഭ്യർത്ഥനയുമായി ഗാന്ധിജിക്ക് കത്തയക്കുന്നത്. മോത്തിലാലിൻ്റെ അന്ത്യാഭിലാഷം എന്ന നിലയിൽ ഗാന്ധിജി ഈ കാര്യം സർദാർ പട്ടേലിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. സർദാർ പട്ടേൽ പിൻവാങ്ങുമ്പോഴാണ് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനാകുന്നത്. അന്ന് തുടങ്ങുന്നു ഈ മക്കളെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഈ ഇടപെടലുകൾ പ്രകടമായി അന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. മോത്തിലാൽ തൻ്റെ മകനെ കോൺഗ്രസ് പ്രസിഡന്റാക്കി. നെഹ്റു ആകട്ടെ തൻ്റെ മകളെ നേരിട്ട് ഇടപെട്ട് പാർട്ടി പ്രസിഡന്റ് ആക്കിയില്ലെങ്കിലും അതിൻ്റെ പിന്നാമ്പുറത്തുള്ള ഇടപാടുകളെല്ലാം നടത്തി. കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനത്തിൽ അടുത്ത പ്രസിഡന്റ് ആകേണ്ടിയിരുന്നയാൾ നിജലിംഗപ്പയാണ്. ആ നിജലിംഗപ്പയുടെ പേര് വരുമ്പോൾ പെട്ടെന്നാണ് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ നിർദ്ദേശം വരുന്നത്, നമുക്ക് വർക്കിംഗ് കമ്മിറ്റി ഉടനെ കൂടണം. എന്തിനെന്ന് വെച്ചാൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ കാമരാജ് ചോദിക്കുന്നുണ്ട്, പ്രസിഡന്റിന്റെ കാര്യമൊക്കെ തീരുമാനമായതാണല്ലോ, നിജലിംഗപ്പ ആണല്ലോ നമ്മുടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പേര് എന്ന് പറയുമ്പോൾ, അല്ല, ഇന്ദിര വരണമെന്ന് പണ്ഡിറ്റ്ജിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുമ്പോഴാണ് അത്തരമൊരു ആലോചന വരുന്നത്. അതിനുശേഷം
കാമരാജിനെ തന്നെ ചുമതലപ്പെടുത്തുകയാണ്. കാമരാജ് നിജലിംഗപ്പയും എൻ സഞ്ജീവ റെഡ്ഡിയും നിജലിംഗപ്പയും കാമരാജും ചേർന്ന് ഒരു സംയുക്ത പ്രസ്താവന നടത്തിക്കൊണ്ടിട്ട് ഇന്ദിരാഗാന്ധിയെ പാർട്ടി പ്രസിഡന്റ് ആക്കിയാണ്. അച്ഛൻ പ്രധാനമന്ത്രി, മകള് പാർട്ടി പ്രസിഡന്റ്. പിന്നീട് നമ്മൾ ആ കാഴ്ച വീണ്ടും കണ്ടു. ഇന്ദിരാഗാന്ധി 1971 തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ശക്തയായി നിൽക്കുന്ന ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി തൻ്റെ ഇളയ മകൻ സഞ്ജയ് ഗാന്ധി ആയിരുന്നു രാഷ്ട്രീയത്തിലെ പ്രധാനി. അന്ന് സഞ്ജയ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു ഏർപ്പാട് വരെ അന്നുണ്ടായിരുന്നു. ഇന്നത്തെ പ്രശസ്ത പിൽക്കാലത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ആയിത്തീർന്ന സാക്ഷാൽ VP സിംഗ് ഒക്കെ അന്ന് സഞ്ജയ് ബ്രിഗേഡിലാണ്. നമ്മുടെ കേരളത്തിലെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സഞ്ജയ് ബ്രിഗേഡിലായിരുന്നു. വിദ്യാചരൺ ശുക്ല, കമൽനാഥ് ഇവരൊക്കെ സഞ്ജയ് ബ്രിഗേഡിലാണ്. സഞ്ജയ് ഗാന്ധി ആയിരുന്നു അവസാനം അക്കാലത്ത് കോൺഗ്രസിലെ അവസാന വാക്ക്. പിന്നീട് സഞ്ജയ് ഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ സഞ്ജയ് ഗാന്ധിയുടെ ഗുണ്ടകളുടെ തല്ല് പേടിച്ച് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായതിനെ കുറിച്ചൊക്കെ പ്രശസ്ത പത്രപ്രവർത്തകർ പലതും ഒരുപാട് മാധ്യമങ്ങൾ അതൊക്കെ വന്നു പോയിട്ടുണ്ട്. പിന്നീട് സഞ്ജയ് ഗാന്ധിയുടെ ആകസ്മികമായിട്ടുള്ള ഈ ദുരൂഹമായ ആ ഹെലികോപ്റ്റർ മരണത്തിന് ശേഷം 1983 ജാനുവരിയിൽ ഇന്ദിരാഗാന്ധി അന്നേ വരെ രാഷ്ട്രീയം എന്തെന്ന് അറിയാത്ത, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്ന് പോലും അറിയാത്ത രാജീവ് ഗാന്ധിയെ പിടിച്ച് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കി. അങ്ങനെ അമ്മ പാർട്ടി പ്രസിഡന്റ്, അമ്മ തന്നെ പാർട്ടിയുടെ പ്രധാനമന്ത്രി, മകൻ ജനറൽ സെക്രട്ടറി. 1983 ജാനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ആണ് രാജീവ് ഗാന്ധിയെ, അന്ന് വരെ രാഷ്ട്രീയത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, കോൺഗ്രസിന്റെ പ്രാഥമിക ആക്റ്റീവ് മെമ്പർഷിപ്പ് പോലും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല പ്രാഥമിക അംഗത്വം പോലും ഉണ്ടായിരുന്നില്ല. ആ ആളെ പിടിച്ച് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കി. നെഹ്റു കുടുംബക്കാർക്ക് പിന്നെ അഖിലേന്ത്യാ പ്രസിഡന്റും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തസ്തികയിൽ കുറഞ്ഞു വന്നില്ലെന്ന് ഇരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ രാജീവ് ഗാന്ധി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. ആ കാലയളവിലാണ് പ്രസിദ്ധമായ അഞ്ജയ്യ സംഭവം ഉണ്ടാകുന്നത്. അഞ്ജയ്യോട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന അഞ്ജയ്യോട് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് വീട്ടുവേലക്കാരനോട് എന്ന പോലെയാണ് രാജീവ് ഗാന്ധി പെരുമാറിയത്. ഈ വീട്ടുവേല എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണെന്നോ അല്ലെങ്കിൽ വീട്ടുവേലയ്ക്ക് വരുന്നവരോട് എന്ത് മോശമായി പെരുമാറാമെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല. അത് മോശമായൊരു ജോലിയും അല്ല. വീട്ടുവേലയ്ക്ക് വരുന്നവരോട് മോശമായി പെരുമാറാൻ ആർക്കും അവകാശവും ഇല്ല. ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. പക്ഷെ വീട്ടുവേലക്കാരോട് എന്ന പോലെ ആണ് രാജീവ് ഗാന്ധി പെരുമാറിയത്. ശുദ്ധമനസ്കനായ അഞ്ജയ്യ ഹൈദരാബാദ് എയർപോർട്ടിൽ പൊട്ടിക്കരഞ്ഞു. ആ സംഭവമാണ് രാമറാവു വലിയ വിഷയമാക്കി തെലുങ്കുകാരൻ്റെ ആത്മാഭിമാനം, തെലുങ്ക് ഗൗരവം എന്ന പേരിൽ അത് വലിയ ചർച്ചയാക്കി കൊണ്ടുവന്ന് തെലുങ്ക് ദേശം എന്ന പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. അധികം വൈകാതെ 1983 ജാനുവരിയിലാണ് രാഹുൽ ഗാന്ധി AICC ഐയുടെ ജനറൽ സെക്രട്ടറി ആക്കിയതെങ്കിൽ 1983 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതോടുകൂടി വീണ്ടും രാജീവ് ഗാന്ധി ആ പാർട്ടിയുടെ പ്രസിഡന്റ് ആവുകയാണ്. പിന്നെ കോൺഗ്രസ് കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ അരിയിട്ട് വാഴ്ചയാണ്. അതായത് ഒരു കൊല്ലം കൊണ്ട് ആ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി മാറി. പിന്നീട് രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്ന് താൽക്കാലികമായി നരസിംഹറാവു വരുന്നു. നരസിംഹറാവുവിനെ തുടർന്ന് സീതാറാം കേസരി വരുന്നു. സീതാറാം കേസരി ഒന്ന് മൂരി നിവർക്കാൻ എണീറ്റ് പോയ സമയത്ത് കോൺഗ്രസിലെ മുതിർന്ന ഈ വൃദ്ധന്മാരായ നേതാക്കന്മാരെല്ലാം കൂടി പിടിച്ചിട്ട് പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കുകയാണ്. അന്ന് വരെ കോൺഗ്രസിന്റെ യാതൊരു പരിപാടികളിലും പങ്കെടുക്കാതിരുന്ന, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാതിരുന്ന, ഇന്ത്യൻ പൗരത്വം തന്നെ 1968 മറ്റോ ആണ് 1968 രാജീവ് ഗാന്ധിയുടെ വിവാഹം. അതിനുശേഷം 15 കൊല്ലക്കാലം ഇന്ത്യൻ പൗരത്വം പോലും എടുക്കാതിരുന്ന ആളാണ് സോണിയാഗാന്ധി. അവർ 1983 ആണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് അവർ ഇന്ത്യൻ പൗരത്വം തന്നെ എടുക്കുന്നത്. കോൺഗ്രസിൽ അംഗത്വം അവർക്കില്ല. അങ്ങനെയുള്ള അവരെ പിടിച്ച് 1998 അഖിലേന്ത്യാ പ്രസിഡന്റാക്കി, AICC ഐയുടെ പ്രസിഡന്റാക്കി. കോൺഗ്രസിന്റെ അംഗത്വം പോലും ഇല്ല. അവർ പിന്നീട് ചെയ്തത് എന്താ? സ്വന്തം മകനെ പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കി. അങ്ങനെ അമ്മ പ്രസിഡന്റ്, മകൻ ജനറൽ സെക്രട്ടറി. ഈ രീതി വീണ്ടും തുടർന്നു.
ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് എന്താ, ഒരു വീട്ടിലെ 3 പേർ പാർലമെന്റ് അംഗങ്ങൾ, അമ്മ പ്രസിഡന്റ്, മകൻ ജനറൽ സെക്രട്ടറി, ഒരു മകളും ജനറൽ സെക്രട്ടറി. ഇപ്പൊ അത് ആക്ഷേപം വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന ഒരു പ്രഹസനം നടത്തി തങ്ങളുടെ കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്ന പോലെ ഇപ്പൊ ഖാർഗയെ അതിൻ്റെ പ്രസിഡന്റായിട്ട് വച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അമ്മ മകൻ മകൾ ത്രയമാണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ ഇച്ഛകളാണ് നടക്കുന്നത്. ആ രീതിയിൽ കുടുംബവാഴ്ച അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യയിൽ. മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ അവസ്ഥയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് ഈ രീതിയിലുള്ള ഈ ഫാമിലി ഡൈനാസ്റ്റിക് സക്സഷൻ, കുടുംബപരമായ തുടർച്ച ജനാധിപത്യത്തിന് ഭീഷണിയാണ്. ഇന്ത്യൻ ജനത ഈ കാര്യത്തെ ഗൗരവത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഈ വ്യക്തികളെ ആരാധിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടത് കൊണ്ടാവാം വലിയ തോതിൽ ഇതിനൊക്കെ ന്യായീകരണങ്ങൾ എന്നിട്ട് പറയുകയാണ്. അത് അവർ ത്യാഗം അനുഭവിച്ച കുടുംബമാണ്. യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ മക്കള് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയിട്ടുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മകൾ മണിബെൻ പട്ടേൽ അച്ഛനോടൊപ്പം ഒരുപാട് കാലം ജയിലിൽ പോയിട്ടുണ്ട്, ഒരുപാട് തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അവസാനം സർദാർ പട്ടേലിൻ്റെ മരണത്തിന് ശേഷം വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിൽ വളരെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടാണ് അവർ മരണമടഞ്ഞത്. പക്ഷെ നെഹ്റു കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ? 3-ാം തലമുറ ഈ പാർട്ടിയുടെ അധികാരത്തിൽ. എന്തു പറഞ്ഞാലും ത്യാഗത്തിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും കഥയാണ്. അഭിശപ്തമായ മരണങ്ങളും ഉണ്ടായിട്ടുള്ളത് ഒന്നും ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ക്രിമിനൽ നടപടിയാണ്, കുറ്റകൃത്യങ്ങളാണ്. ഒന്ന് ഇന്ദിരാഗാന്ധിയെ അവരുടെ സെക്യൂരിറ്റിക്കാരാണ് വെടിവെച്ച് കൊന്നത്, രാഹുൽ ഗാന്ധിയെ LTTയുടെ തീവ്രവാദികളാണ് വധിച്ചത്. ഇത് രണ്ടും ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുത്തോ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടോ ഉള്ള ഇതിൽ വെച്ചിട്ട് സംഭവിച്ചിട്ടല്ല. കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ട് അവർ കൊല്ലപ്പെടുകയായിരുന്നു. ത്യാഗം ചെയ്ത കുടുംബമാണെന്നൊക്കെയാണ് ഇപ്പൊ ഈ രാജ്മോഹൻ ഉണ്ണിത്താനെയൊക്കെ പോലുള്ളവർ പറയണത്. അത് ലോക ചരിത്രത്തിൽ ആദ്യമൊന്നുമല്ല രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെടുന്നത്. ഈ ഉപഭൂഖണ്ഡത്തിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഒരുപാട്, എബ്രഹാം ലിങ്കൻ അടക്കം, ജോൺ എഫ് കെന്നഡി അടക്കം ഒരുപാട് നേതാക്കൾ 1998 സോണിയാഗാന്ധിയെ കോൺഗ്രസ് ഐയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പോൾ, തെരഞ്ഞെടുപ്പ് എന്നൊന്നും അതിനെ പറയാൻ പറ്റൂല, ഏകപക്ഷീയമായി കുറെ ആൾക്കാർ ചേർന്ന് യാതൊരുവിധ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ മുൻ പരിചയവും ഇല്ലാതിരുന്ന അവരെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി, ദേശീയ പ്രസിഡന്റായി, കോൺഗ്രസ് ഐ എന്ന പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായി നിശ്ചയിക്കുമ്പോൾ പലരും ചമച്ച സാധൂകരണം എന്തെന്ന് വെച്ചാൽ ആനി ബസന്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ടല്ലോ എന്ന മട്ടിലുള്ള ന്യായീകരണങ്ങളാണ് കേട്ടത്. യഥാർത്ഥത്തിൽ ആനി ബസന്റിനെയും സോണിയാഗാന്ധിയെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. ആനി ബസന്റ് എത്രയോ ഉയർന്ന 1847 ആനി ബസന്റ് ജനിച്ചത്. കൃത്യം 19-ാമത്തെ വയസ്സിൽ അവര് ഒരു റവറൻ്റായിട്ടുള്ള ഒരു പാതിരിയായിട്ടുള്ള ബസന്റിനെ കല്യാണം കഴിക്കുകയും അങ്ങനെയാണ് ബെനഡിക്ട് ബസന്റിനെ കല്യാണം കഴിക്കുകയും വിവാഹത്തിന് ശേഷം ആനി ബസന്റ് എന്ന് അറിയപ്പെടുകയും ചെയ്തു. പക്ഷെ ആ ദാമ്പത്യം 6 കൊല്ലമേ നീണ്ടു നിന്നുള്ളൂ. അവർ വിവാഹമോചനം നേടിയത് പ്രധാനമായ കാരണം അവരുടെ നിരീശ്വരവാദപരമായ നിലപാടുകൾ കൊണ്ടാണ്. 23-ാമത്തെ വയസ്സിൽ ആനി ബസന്റ് 4 ഭാഷകളിൽ പ്രാവീണ്യം നേടുന്നുണ്ട്. ജർമ്മൻ, ഇംഗ്ലീഷ്, ഐറിഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ഈ ഭാഷകളിൽ ഉജ്ജ്വലയായ വാഗ്മിയായിരുന്നു അവര് ഇംഗ്ലണ്ടിലെ ഒരുപാട് വിമോചന, വിപ്ലവ, പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അക്കാലത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള സിഡ്നി വെബിനൊപ്പം, അതുപോലെ ബെർണാഡ് ഷായ്ക്കൊപ്പം ഒക്കെ ഈ ഫേബിയൻ സൊസൈറ്റിയിൽ പ്രവർത്തിച്ചവരാണ്. നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരാണ്. ഇംഗ്ലണ്ടിലെ അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ നിരീശ്വരവാദിയായിരുന്ന ചാൾസ് ബ്രാഡ്ലയുടെ അടുത്ത സഹയാത്രികയായിരുന്നു ആനി ബസന്റ്. 1891 തോന്നുന്നു അവർ പാരീസിൽ വെച്ച് നടന്ന ലോക സോഷ്യലിസ്റ്റ് ഫോറത്തിന്റെ അധ്യക്ഷയായിരുന്നു. 1893 ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ആനി ബസന്റ്, നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ ആനി ബസന്റ് പ്രസംഗിക്കുന്നുണ്ട്. അക്കാലത്തെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്രഭാഷക എന്ന് അവരെ വിശേഷിപ്പിച്ചത് സാക്ഷാൽ ബെർണാഡ് ഷായാണ്. ആ രീതിയിലുള്ള മഹാപണ്ഡിതയായ വ്യക്തി. അതിനുശേഷം 1993 അവർ ഇന്ത്യയിലേക്ക് വരികയാണ്. എന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത്?
തൻ്റെ സ്വന്തം നാട്ടുകാർ കോളനിയാക്കി വച്ചിരിക്കുന്ന ജനതയുടെ വിമോചന സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, ഇന്ത്യൻ ജനതയോടുള്ള ഐക്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സ്വമേധയായി ഇന്ത്യയിൽ വന്നു. അവർ ഇന്ത്യയെ എക്കാലത്തും അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ ഇന്ത്യയിൽ അവർ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണ്? അവർ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അവരോട് ഇന്ത്യ വിട്ടുപോകാൻ ബ്രിട്ടീഷ് സർക്കാർ പറയുമ്പോൾ അവർ അനുസരിക്കുന്നില്ല. അവരെ ഊട്ടിയിൽ പിടിച്ച് ജയിലിൽ വീട്ടുതടങ്കലിലാക്കുന്നത് ഊട്ടിയിലാണ്. ആ വീട്ടുതടങ്കലിൽ നിൽക്കുന്ന സമയത്താണ് കൊൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം അവരെ പ്രസിഡന്റായി, ആ വർഷത്തെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ കോൺഗ്രസിന്റെ മെല്ലെപ്പോക്ക് നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ആനി ബസന്റ്. ഇന്ത്യയിൽ സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റാണ്. ഇന്ത്യയിലെ അക്കാലത്തെ ഏറ്റവും പ്രബലമായ വനിതാ സംഘടന ഇന്ത്യൻ വിമൻസ് അസോസിയേഷന്റെ ദീർഘകാലത്തെ പ്രസിഡന്റും സ്ഥാപക പ്രസിഡന്റുമായിരുന്ന വ്യക്തിയാണ്. നമ്മുടെ അടയാറിലെ രുക്മിണി ദേവി അരുണ്ടയിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസിദ്ധമായ ഈ സാംസ്കാരിക കലാ കേന്ദ്രമുണ്ടല്ലോ, അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന സാംസ്കാരിക കേന്ദ്രം, അത് സ്ഥാപിച്ചത് ആനി ബസന്റാണ്. നമ്മുടെ ഇന്നത്തെ പ്രശസ്തമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക, അന്ന് അതിന് സെൻട്രൽ ഹിന്ദു കോളേജ് എന്നാണ് അവരെ പേരിട്ടത്. ആ കോളേജ് സ്ഥാപിച്ചത് ആനി ബസന്റാണ്. ആനി ബസന്റ് അത് പിന്നീട് മദൻ മോഹൻ മാളവിക്ക് കൈമാറുകയായിരുന്നു. ആ സെൻട്രൽ ഹിന്ദു കോളേജാണ് പിൽക്കാലത്ത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് ഇന്ത്യ എമ്പാടും അറിയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് സംഘടനകളിൽ, നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ, ഹോം റൂൾ മൂവ്മെന്റിൽ, തിയോസഫിക്കൽ, അവസാനം അവർ 1990കളുടെ അവസാനമായപ്പോൾ അവരുടെ നിരീശ്വരവാദ നിലപാടുകളിൽ നിന്നൊക്കെ അവരല്പം പിന്നോക്ക് പോയിട്ട് അവർ ആത്മീയ ലൈനിലേക്ക് മാറുന്നുണ്ട്. മാഡം ബ്ലവാട്സ്കിയുടെ തിയോസഫിക്കൽ മൂവ്മെന്റുമായിട്ടാണ് പിന്നീട് അവർ സഹകരിച്ചത്. യഥാർത്ഥത്തിൽ ഈ തിയോസഫിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്ന ഒരാളാണ് ഇന്ത്യയിൽ കോൺഗ്രസ് സ്ഥാപിക്കുന്ന എയോ ഹ്യൂം. കോൺഗ്രസിന്റെ ആദ്യത്തെ സ്ഥാപകനായിട്ടുള്ള അലൻ ഒക്ടോവിയൻ ഹ്യൂം തിയോസഫിക്കൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ സുദീർഘമായ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ ഒരുപാട് സമ്പന്നമായ ഒരു ഭൂതകാലത്തിന്റെ ഉടമയായ ആനി ബസന്റിനെയാണ് ഇതൊന്നുമില്ലാത്ത സോണിയാഗാന്ധിയുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. രാഷ്ട്രീയമായി സാധൂകരിക്കാൻ വേണ്ടി മാത്രം. ഹിമാലയ പർവ്വതം എവിടെ, മുക്കുന്നിമല എവിടെ? ആ രീതിയിൽ ആനി ബസന്റിനെയും സോണിയാഗാന്ധിയെയും താരതമ്യം ചെയ്യുന്നത് ശുദ്ധ അസംബന്ധമാണ്. സോണിയാഗാന്ധിക്കാകട്ടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഇന്ത്യൻ ഭാഷയിൽ കുറച്ചു നേരം വർത്തമാനം പറയാൻ അറിയുമോ എന്ന് പോലും നമുക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഞാൻ അതിലെ തർക്കത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ആ താരതമ്യം തന്നെ അസംഗതമാണ് എന്ന് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. ഇന്നിപ്പോൾ അതിനകത്ത് ശേഷം സോണിയാഗാന്ധി അവരുടെ മകനെ പിടിച്ച് ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കി. അങ്ങനെ അമ്മ പ്രസിഡന്റ്, മകൻ ജനറൽ സെക്രട്ടറി. ഇവർ ഈ അഖിലേന്ത്യാ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും തസ്തികകളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് ആർക്കും ഈ ആനുകൂല്യങ്ങളും ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ശശി തരൂര് ഈ വിഷയം ഉന്നയിച്ചതിന് വേറെ താല്പര്യങ്ങളുണ്ടാവാം. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് പോലെ കോൺഗ്രസിൽ നിന്ന് പോയി ബി ജെ പിയിൽ കയറി എന്തെങ്കിലും നേടിയെടുക്കാനുള്ള പദ്ധതിയുടെ ഒക്കെ ഭാഗമായിരിക്കാം. പക്ഷേ ശശി തരൂർ ഉന്നയിച്ച വിഷയം പ്രസക്തമാണ്, സംഗതമാണ്, അതിന് സാങ്കത്യമുണ്ട്. ജനാധിപത്യത്തിൽ നേതൃത്വം അണികളിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. അത് ഇന്ത്യയിലെ മിക്ക പാർട്ടികളിലും അതില്ലാണ്ടായി കഴിഞ്ഞു. പല പാർട്ടികൾ, ഇപ്പം DMK, RJD, ജനതാദൾ സെക്യുലർ എന്ന് പറഞ്ഞ പാർട്ടി, മറ്റേ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ മകൻ, ഇപ്പം അദ്ദേഹത്തിൻ്റെ മകൻ രേവണ്ണ, ഇങ്ങനെ ഓരോ ആളുകളും ആ പാർട്ടിയിൽ. അതുപോലെ നാഷണൽ കോൺഫറൻസ്, PDP എന്ന് പറയുന്ന മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ മകളുണ്ടാക്കിയ പാർട്ടിയാണ്. മുഫ്തി മുഹമ്മദ് സെയ്ദ് ഉണ്ടാക്കിയ പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മകള് മെഹബൂബ മുഫ്തി ആയിരുന്നു പ്രസിഡന്റ്. ഇപ്പം അതിനുശേഷം അവരുടെ മകൾ ഇൽത്തിജ മുഫ്തി ആ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരികയാണ്. ഇതാണ് ഇന്ത്യയിൽ മിക്ക പാർട്ടികൾ. JMM എന്ന് പറഞ്ഞ പാർട്ടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, RJDയുടെ കാര്യം പറഞ്ഞു, ശിവസേനയുടെ കാര്യം പറഞ്ഞു, DMKയുടെ കാര്യം പറഞ്ഞു, ബിജു ജനതാദളിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ കോൺഗ്രസിലെ കാര്യം പിന്നെ പറയാനുമില്ല. യഥാർത്ഥത്തിൽ ആന്തരിക ജനാധിപത്യമില്ലായ്മയെക്കുറിച്ച്, രാഷ്ട്രീയ കക്ഷികൾക്കുള്ളിലെ ആന്തരിക ജനാധിപത്യമില്ലായ്മയെക്കുറിച്ച് സജീവമായ ചർച്ച നടക്കേണ്ടതാണ്. ആ വിഷയം അത്തരം ഒരു ചർച്ചയ്ക്ക് ഇടം ഉണ്ടാക്കുകയാണ് ശശി തരൂരിൻ്റെ പ്രസ്താവന ചെയ്തത്. തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ വൃത്തങ്ങൾ, രാഷ്ട്രീയ തൽപരരായ ആൾക്കാർ സജീവമായി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം.